അങ്ങനെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫൈനൽ എപ്പിസോഡും കണ്ടു തീർത്തു. ഏകദേശം 2 മണിക്കൂറോളമാണ് റണ്ണിങ് ടൈം ഉള്ളത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഹാപ്പി എൻഡിങ് ആണെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ ഒരു കുറവുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഹാപ്പി എൻഡിങ് ആണെങ്കിലും അത്ര വലിയ സംഭവമായിട്ട് പറയാനുള്ള ഒരു എൻഡിങ് അല്ല ഈ ഒരു ഫൈനൽ എപ്പിസോഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ 5ാമത്തെ സീസൺ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ 4 എപ്പിസോഡ് അതിൻ്റെ എൻഡിങ്ങും ആ 4ാമത്തെ എപ്പിസോഡിൻ്റെ ആ എൻഡിങ് അതിൻ്റെ ആ ഒരു പീക്ക് ലെവലിലാണ് അവർ എടുത്തു വെച്ചിട്ടുള്ളത്. അത്രക്കൊന്നും ഈ ഒരു ഫൈനൽ എപ്പിസോഡിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് മൊത്തത്തിൽ ഈ ഒരു 5ാമത്തെ സീസണ് അത്ര വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഫസ്റ്റത്തെ 4 സീസണും ഞാൻ ഒറ്റ ഇരിപ്പിനാണ് കണ്ടു തീർത്തത്. ഏകദേശം ഒരു 2-3 ദിവസം എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ പടങ്ങളോ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഈ ഒരു സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ 5ാമത്തെ സീസൺ ആണെന്നുണ്ടെങ്കിൽ പല ഗ്യാപ്പുകളായിട്ടാണല്ലോ റിലീസായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ 4 സീസണൊന്നും എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ഉണ്ട്. അത് എവിടേക്കോ ഒന്ന് മിസ്സായി പോയതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫൈനൽ എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആ ഗ്യാപ്പ് അപ്പ് വന്നിട്ടുള്ള റിലീസും അതിൻ്റെ ഇടയിൽ എനിക്ക് മിസ്സായി പോയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റും അതുപോലെ ആ വോളിയം 1-ലെ 4 എപ്പിസോഡിലെ അവസാനത്തെ എപ്പിസോഡിലെ ആ പീക്ക് എൻഡിങ്ങും അതിനേക്കാളൊന്നുകൂടി പീക്ക് ലെവൽ ഒരു എൻഡിങ് ആണ് ഞാൻ ഈ ഒരു 8ാമത്തെ എപ്പിസോഡിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ അത്ര മോശം എന്ന് പറയാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു എൻഡിങ് ആണ് ഈ ഒരു 8ാമത്തെ എപ്പിസോഡിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5ാമത്തെ സീസണ് മുഴുവനായിട്ട് കണ്ടു തീർത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സീസണിൽ നിന്ന് ഫീൽ ചെയ്തത്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഈ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഇതുവരെ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സീരീസ് കൂടിയാണ് ഇത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു മൂവി റിവ്യൂയിലൂടെ കാണാം.